നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചാണ്. 70 വർഷത്തിൽ കൂടുതലായി തുടരുന്ന ഈ ബന്ധം സംഘർഷങ്ങളും ഇടയ്ക്കിടെയുള്ള സമാധാന ശ്രമങ്ങളും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. അപ്പോൾ നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാമല്ലേ? ഈ ബന്ധത്തെ ഏറ്റവും നന്നായിട്ട് വിവരിക്കാൻ പറ്റുന്ന ഒരു വാചകം ഒരുപക്ഷെ ഇതായിരിക്കും: എ ഹിസ്റ്ററി ഓഫ് മിസ്ട്രസ്റ്റ്, അതായത് വിശ്വാസമില്ലായ്മയുടെ ഒരു ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വാചകത്തിൽ ഇന്ത്യ-പാക് ബന്ധത്തിന്റെ ആകെ തുകയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അവിശ്വാസം ഇത്രയധികം ആഴത്തിൽ വേരുപിടിച്ചത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ ഈ സങ്കീർണമായ ചരിത്രം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. സംഘർഷം എങ്ങനെ തുടങ്ങി എന്നതിൽ നിന്ന് തുടങ്ങി ഇടയ്ക്ക് നടന്ന സമാധാന ശ്രമങ്ങൾ വരെ നമ്മൾ നോക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏതു വലിയ പ്രശ്നത്തിലും ഒരു തുടക്കമുണ്ടാകുമല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നത്തിന്റെ തുടക്കം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും അതിർത്തി തർക്കത്തിലല്ല, അതിലും ആഴത്തിലുള്ള ഒന്നിലാണ്. അതായത്, ഈ 2 രാജ്യങ്ങളും ഏത് ആശയത്തിന്റെ പുറത്താണോ രൂപം കൊണ്ടത്, ആ ആശയങ്ങളിലെ വ്യത്യാസത്തിലാണ്. ഇവിടെയാണ് ആ അടിസ്ഥാനപരമായ വ്യത്യാസം കിടക്കുന്നത്. നോക്കൂ, ഒരു വശത്ത് ഇന്ത്യ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന മതേതരത്വം അടിസ്ഥാനമാക്കിയ ഒരു രാജ്യം. എന്നാൽ മറുവശത്തോ പാകിസ്ഥാൻ. അവിടെ മതം, അതായത് ഇസ്ലാം, അത് തന്നെയാണ് ദേശീയതയുടെ അടിസ്ഥാനം എന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു കാലത്തും ഒരുമിച്ചു പോകാൻ പറ്റാത്ത ഈ 2 ആശയങ്ങളിലെ അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അങ്ങനെ ഈ 2 ആശയങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രധാന കളിക്കളമായി കശ്മീർ മാറി. എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ ഭാഗമായി. ഇത് പാകിസ്ഥാന്റെ ആ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിനേറ്റ ഒരു വലിയ പ്രഹരം തന്നെയായിരുന്നു. സ്വാഭാവികമായും 1947-48 പാകിസ്ഥാന്റെ പിന്തുണയോടെ ഗോത്രവർഗക്കാർ കശ്മീരിലേക്ക് ഇരച്ചു കയറിയതോടെ കാര്യങ്ങൾ വഷളായി. അന്ന് UN ഇടപെട്ട ഒരു ഹിതപരിശോധന നിർദ്ദേശിച്ചെങ്കിലും അതിനൊരു നിബന്ധനയുണ്ടായിരുന്നു: പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കണം. പക്ഷേ അവരത് ചെയ്തില്ല. അതുകൊണ്ട് ആ ഹിതപരിശോധനയും നടന്നില്ല. അപ്പോൾ കശ്മീർ തന്നെയാണ് എപ്പോഴും പ്രധാന പ്രശ്നം, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഈ ശത്രുത അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. വേറെയും പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന്, കേൾക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് തോന്നും, സിയാച്ചിൻ ഗ്ലേസിയർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തായിരുന്നുവെന്നോ? അതിർത്തി എവിടെയാണെന്ന് ഒരു രേഖയിലും കൃത്യമായി പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു അവ്യക്തത ഇരു രാജ്യങ്ങളെയും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സംഘർഷത്തിലേക്കാണ് തള്ളിവിട്ടത്. സിയാച്ചിന്റെ കാര്യം പറഞ്ഞാൽ 1984 ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂത് നടത്തി അവിടുത്തെ തന്ത്രപ്രധാനമായ സോൾട്ടോറോ റിഡ്ജ് കൈവശപ്പെടുത്തി. ഇനി മറ്റൊന്ന് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള സർ ക്രീക്കാണ്. അവിടെ ഏകദേശം 96 കിലോമീറ്റർ വരുന്ന ഒരു തീരദേശ അതിർത്തിയാണ് പ്രശ്നം. നല്ല മത്സ്യസമ്പത്തും ഒരുപക്ഷേ എണ്ണയും പ്രകൃതിവാതകവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടം. പിന്നെ വെള്ളത്തിന്റെ പേരിലുമുണ്ട് തർക്കം. ഝലം നദിക്ക് കുറുകെ ഇന്ത്യ ഒരു വുളാർ ബാരേജ് പണിയാൻ തുടങ്ങിയപ്പോൾ അത് സിന്ധു നദീജല കരാറിന്റെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അവസാനം 1987 ആ പ്രോജക്റ്റ് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോ ഈ ചെറിയ തർക്കങ്ങൾ മാത്രമല്ല, വലിയ യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചും ഓരോ യുദ്ധത്തിനു ശേഷവും വന്ന കരാറുകളെക്കുറിച്ചുമാണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഒരു സംഘർഷം, പിന്നെ ഒരു ഒത്തുതീർപ്പ്, വീണ്ടും ഒരു സംഘർഷം, അങ്ങനെ. നോക്കൂ, 1965 റാൻ ഓഫ് കച്ചിലും കശ്മീരിലും ആക്രമണങ്ങളോടെ യുദ്ധം തുടങ്ങി. അത് അവസാനിച്ചത് റഷ്യയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താഷ്കണ്ട് കരാറിലാണ്. പിന്നെ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിനു ശേഷമാണ് ചരിത്രപ്രധാനമായ ഷിംല കരാർ വരുന്നത്. പക്ഷെ കഥ അവിടെയും തീരുന്നില്ല. 1999 ആ ഷിംല കരാറ് ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ കാർഗിലിൽ നുഴഞ്ഞുകയറി. അന്ന് ഓപ്പറേഷൻ വിജയിലൂടെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈക്കിൾ കണ്ടില്ലേ? ഓരോ യുദ്ധം, അതിനുശേഷം ഒരു കരാർ. ഇതിനിടയിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1972 ആ ഷിംല കരാർ, അതാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ. കാരണം അതുവരെ വെടിനിർത്തൽ രേഖ എന്ന് പറഞ്ഞിരുന്ന ആ ലൈനിന് നിയന്ത്രണരേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ LOC എന്ന പുതിയ പേര് കൊടുത്തത് ഈ കരാറിലാണ്. അതോടെ അതൊരു തരം ഡിഫാക്ടോ ബോർഡറായി മാറി.
അതായത് ഇരു കൂട്ടരും അംഗീകരിക്കുന്ന ഒരതിർത്തി. പക്ഷേ അന്താരാഷ്ട്ര സമൂഹം അതിനെ ഒരു ഔദ്യോഗിക അതിർത്തിയായി അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ 1989 ശേഷം കളിയുടെ രീതി തന്നെ അങ്ങ് മാറി. നേരിട്ടുള്ള യുദ്ധം ഇന്ത്യയുമായിട്ട് നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാവാം പാകിസ്ഥാൻ ഒരു പുതിയ തന്ത്രത്തിലേക്ക് തിരിഞ്ഞു. ഒരു നിഴൽ യുദ്ധത്തിലേക്ക്. ഭീകരവാദത്തെ ഒരു ഔദ്യോഗിക നയം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ എന്താണ് ഈ പ്രോക്സി വാർ അല്ലെങ്കിൽ നിഴൽ യുദ്ധമെന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. സ്വന്തം പട്ടാളത്തെ നേരിട്ട് യുദ്ധത്തിനയക്കില്ല. പകരം തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കും, ആയുധം കൊടുക്കും, എന്നിട്ട് അവരെ ഇന്ത്യയിലേക്ക് അയച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം. ഈ തന്ത്രം ഇന്ത്യയിലുണ്ടാക്കിയ മുറിവുകൾ ചെറുതൊന്നുമല്ല. 2001 നമ്മുടെ പാർലമെന്റിന് നേരെ നടന്ന ആക്രമണം, 2008 മുംബൈയെ വിറപ്പിച്ച 26/11 ആക്രമണം, പിന്നീട് ഉറിയിലും പുൽവാമയിലും നമ്മുടെ സൈനികർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം ആ നിഴൽ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖങ്ങളായിരുന്നു. തീർച്ചയായും ഇതിനൊന്നും ഇന്ത്യ വെറുതെയിരുന്നില്ല. സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും ബാലാകോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. അപ്പോ ഇത്രയൊക്കെ സംഘർഷവും യുദ്ധവും തീവ്രവാദവും ഒക്കെ ആണെങ്കിലും ഈ കഥയ്ക്ക് വേറൊരു വശം കൂടിയുണ്ട്. സമാധാനത്തിനു വേണ്ടിയും ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതീക്ഷയുടെ അധ്യായത്തിലേക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, എപ്പോ വേണമെങ്കിലും ഒരു സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവികൾക്ക് നേരിട്ട് സംസാരിക്കാനായി ഒരു ഹോട്ട്ലൈൻ സ്ഥാപിച്ചു. അതുപോലെ സാധാരണക്കാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി സംഝോത്ത എക്സ്പ്രസ് എന്ന ട്രെയിനും പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയ ഡൽഹി ലാഹോർ ബസ് സർവീസുമൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് 2004 കശ്മീരും സിയാച്ചിനും തീവ്രവാദവുമടക്കം 8 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് തീർക്കാനായി ഒരു കോമ്പോസിറ്റ് ഡയലോഗ് എന്ന ചട്ടക്കൂടും ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ സംഘർഷങ്ങളുടെ കഥ കേട്ടു, സമാധാന ശ്രമങ്ങളെക്കുറിച്ചും കേട്ടു. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ബന്ധത്തിൽ സമാധാനത്തിന്റെ നിമിഷങ്ങളേക്കാൾ കൂടുതൽ സംഘർഷത്തിന്റെ നാളുകളായിരുന്നു എന്നതാണ്. രണ്ടാമതായി, കശ്മീർ തന്നെയാണ് എപ്പോഴും കേന്ദ്രബിന്ദു. പക്ഷേ സിയാച്ചിൻ, സർ ക്രീക്ക് ജലം തുടങ്ങിയ പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദം. അത് ഈ ബന്ധം ഇത്രയധികം വഷളാവാൻ ഒരു പ്രധാന കാരണമാണ്. എന്നിരുന്നാലും ഷിംല കരാറും ലാഹോർ പ്രഖ്യാപനവുമൊക്കെയാണ് ഈ ബന്ധം പൂർണ്ണമായി തകരാതെ പിടിച്ചു നിർത്തുന്ന ചില അടിസ്ഥാന തൂണുകൾ എന്നു പറയാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പഠിക്കാനും പോയിന്റുകൾ ഓർമ്മയിൽ വെക്കാനും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നോട്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിനു ശേഷം അതൊന്ന് വായിച്ചു നോക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടും.